തറവാട്ടുകാരെന്ന സമ്മതി നേടിക്കോ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പേ കരുതിക്കോ. ഉന്നത തറവാട്ടുകാരെന്ന സമ്മതി നേടിക്കോ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. നല്ലൊരു ഈമാൻ കൊണ്ട് മനസ്സിലുറച്ചോ. ഈ 3 കാര്യം നല്ലൊരു ഈമാൻ കൊണ്ട് മനസ്സിലുറച്ചോ. അതിനായി പെൺമക്കളെ പെറ്റവർ പൈസ കരുതിക്കോ. ഇതൊന്നും കഴിയാത്ത കൂട്ടരു പെണ്ണിനെ മുക്കിലിരുത്തിക്കോ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പേ കരുതിക്കോ. ഉന്നത തറവാട്ടുകാരെന്ന സമ്മതി നേടിക്കോ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. അഴകുള്ളൊരു പെണ്ണാണെങ്കിലും സ്ത്രീധനമില്ലാതെങ്ങനെ ചെക്കൻ. അഴകുള്ളൊരു പെണ്ണാണെങ്കിലും സ്ത്രീധനമില്ലാതെങ്ങനെ ചെക്കൻ. മംഗല്യം ചെയ്ത് നാട്ടിൽ നിവർന്ന് നടക്കേണ്ടേ. ചുമ്മാ കിട്ടുന്ന പൈസ കളയാൻ കൽവിൽ തോന്നേണ്ടേ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പേ കരുതിക്കോ. ഉന്നത തറവാട്ടുകാരെന്ന സമ്മതി നേടിക്കോ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. കല്യാണ ചന്തയിൽ പെണ്ണിനെ വിക്കലും ആണിനെ വാങ്ങലും ജോറ്. കല്യാണ ചന്തയിൽ പെണ്ണിനെ വിക്കലും ആണിനെ വാങ്ങലും ജോറ്. കഷ്ടം ഈ നിയമം മാറ്റിമറിക്കണതെന്നാണ്. സൗഖ്യം കിട്ടാനീ പൈസയുടെ മോഹം നീങ്ങണതെന്നാണ്. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പേ കരുതിക്കോ. ഉന്നത തറവാട്ടുകാരെന്ന സമ്മതി നേടിക്കോ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പേ കരുതിക്കോ. ഉന്നത തറവാട്ടുകാരെന്ന സമ്മതി നേടിക്കോ. പെണ്ണിനൊരു മാപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ. സുൽത്താൻ നികേഷ് നമ്മുടെ 4th ഷെഡ്യൂളിലെ സുൽത്താൻ ആയിരുന്നു അല്ലേ? ഡേഞ്ചർ സോണിൽ നിന്നൊക്കെയാണ് നമ്മൾ കയറി സുൽത്താൻ പദവിയിലേക്ക് എത്തിയത്. എങ്ങനെയാ ഈ ഇഷൽ സന്ദേശം റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമർ ആണ്. ശരിക്കും നികേഷിന്റെ പാട്ട് കേട്ടുമ്പോൾ നല്ല എന്താ പറയാ നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു സോങ് അല്ലേ? എത്ര അഴകുള്ള പെണ്ണാണെങ്കിലും പണ്ടൊക്കെ നേരത്തെ കരുതി വെച്ചോ. പിന്നെ എന്താണ് കാശം പുത്തനൊക്കെ റെഡിയാക്കി വെച്ചോ, ഇല്ലെങ്കിൽ മോള് മുക്കിലിരിക്കുന്നു അല്ലേ? പിന്നെ അവിടെ ചെന്നിട്ടും ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. ശരിക്കും നല്ല എന്താ പറയാ ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് ആയിരുന്നു. നല്ലൊരു അതിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു ട്യൂണും നന്നായിട്ട് പാടി. കുറച്ചും കൂടി ഒരു എനർജി ആവായിരുന്നു എനിക്ക് തോന്നി. എന്ത് തോന്നി പാടിയിട്ട്? കുറച്ചുകൂടി എനർജി ആവായിരുന്നു അല്ലേ? ഒന്ന് വാമപ്പ് ആവാനുണ്ട് അല്ലേ? ഇനി പാട്ട് ഇതാരെ സെലക്ട് ചെയ്തെന്ന് ഈ സോങ്? KT യൂസഫലി പാണ്ടിക്കാട്. KT യൂസഫലി. ഓക്കെ, ഇത് പാടിയിരിക്കുന്നത് KG സത്താർ. ഇനി ഡീറ്റെയിൽസ് ഒക്കെ അറിയോ? ചോദിച്ചു നോക്കാം അല്ലെ? ഗാനരചയിതാവിനെ കുറിച്ചും സംഗീതം കൊടുത്ത ആളെ കുറിച്ചൊക്കെ സാറിന്റെ അടുത്ത് ചോദിച്ചേക്കാം. ഫൈസൽ സർ. മാപ്പിളപ്പാട്ടിലെ വളരെ ഹിറ്റായ ഒരു പാട്ടാണിത്. KG സത്താർക്ക പാടി. സത്താർക്കയുടെ തന്നെ ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണ്. അബ്ദുൽ ഒറ്റപ്പാലം എഴുതിയതാണ്. അത് സത്താർക്ക തന്നെയാണ് ട്യൂൺ ചെയ്തത്. ഇതിന്റെ സത്താർക്ക തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്ത്രീധനം ഇതൊരു വലിയ വിഷയമായ കാലത്ത് സ്ത്രീധനം ഇന്നൊരു വിഷയം തന്നെയാണ്. ഇതിൽ പറയുന്നുണ്ട് 3 കാര്യങ്ങളാണ്. അഴകുള്ള പെണ്ണായത് കൊണ്ട് കാര്യമില്ല,
സ്വഭാവ ശുദ്ധിയുള്ളവളായതുകൊണ്ട് കാര്യമില്ല. ഒന്ന്, സ്ത്രീധനം, ആഭരണങ്ങൾ, തറവാട്, ഇതൊക്കെയാണ് ആളുകളുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ. ഇതൊരു വലിയ പ്രശ്നമായ കാലത്ത് അതിനെതിരെ മാപ്പിളപ്പാട്ടുകൾ സമൂഹത്തിലൊരു സന്ദേശം നൽകുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ പാട്ട് സമൂഹത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്താർക്ക നേരിട്ട് പറഞ്ഞിട്ടുള്ളത് വലിയ സംഭവമായിരുന്നു. പാട്ടുകൾക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സ്വാധീനം ചെലുത്തിയതുപോലെ നാട്ടിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ ഇതേപോലെയുള്ള സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ അതിനെതിരെയൊക്കെ കലാകാരന്മാർ പ്രതികരിക്കുക. അപ്പോഴാണ് ഏത് കലയും അതിന്റെ ആ ഒരു മൗലികമായ ഏറ്റവും അടിസ്ഥാനപരമായ ധർമ്മം നിർവഹിക്കുന്നത്. ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണ്. ആ കാലത്ത് സത്താർക്കയുടെ ഗ്രാമഫോൺ റെക്കോർഡിന്റെ കാലത്ത് എല്ലാ വേദികളിലും സത്താർക്ക പാടുന്ന ഒരു പാട്ട്. മാർക്കോസിനെ പോലെയുള്ള ആളുകളൊക്കെ പിന്നീട് ഇത് പാടി.